ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ രണ്ടാമത്തെ ദിവസവും നല്ല അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കണ്ട കാഴ്ചകളല്ല ഇപ്പോൾ അവിടെ കാണുന്നത്. കാരണം മുടിയനും ജാസ്മിനും ഒക്കെ ഇങ്ങനെ കത്തിക്കയറി വരുന്നുണ്ട്. കൂടാതെ അവിടെ ഒരു ലവ് ട്രാക്ക് മണക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. പിന്നെ രതീഷിന്റെ ഗെയിം പൊളിച്ചടുക്കി വന്നിരിക്കുകയാണ് മുടിയൻ. ഹീറോ ആവാൻ നോക്കി അപ്പുക്കുട്ടനായി നിൽക്കുകയാണ് രതീഷ്. കിട്ടിയ ചാൻസ് മുതലെടുത്ത് സുരേഷ് ഏട്ടൻ ലൈവിൽ നിറഞ്ഞാടുകയായിരുന്നു. So this is about Big Boss Season 6 special show. 19 contestants ആയിട്ടുള്ള രണ്ടാമത്തെ ഡേ ഓഫ് BB ഹൗസ്. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. നിലവിലുള്ള ഒരു ശൈലി അനുസരിച്ച് നമ്മുടെ വ്യൂവേഴ്സ് നിലവിൽ എല്ലാവരെയും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രതീഷിൻ്റെയും സിജോയുടെയും ഒക്കെ പെർഫോമൻസ് വെച്ചിട്ടാണ്. കാരണം ഫസ്റ്റ് ഡേ മുതൽ കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വരുന്നത്. ഈ രതീഷിന്റെ പെർഫോമൻസ് വെച്ചിട്ട് ഋഷീനെയൊക്കെ കമ്പയർ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും ദിവസം സോഷ്യൽ മീഡിയയും വ്യൂവേഴ്സൊക്കെ. പക്ഷേ എന്നാൽ അണയാൻ പോകുന്ന തീ ആളി കത്തുന്നത് പോലത്തെ ഉള്ള ജസ്റ്റ് ഒരു അങ്ങനത്തെ ഒരു തരം പെർഫോമൻസ് ആണ് രതീഷ് ഇതുവരെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത് കഴിഞ്ഞ ദിവസം തന്നെ എവിഡന്റ് ആണ്. പുള്ളിയുടെ സൗണ്ട് ഒക്കെ പോയി, പുള്ളി കുറച്ചൊന്ന് ഡിം ആവുന്നുണ്ട്. പക്ഷെ ആ സൗണ്ട് വെച്ചിട്ടും പുള്ളി കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ഈ കണ്ടന്റ് ഉണ്ടാക്കലും പുള്ളിയുടെ വേ ഓഫ് സ്റ്റൈലിങ്ങും കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുത്തിരിക്കുകയാണ് നമ്മുടെ ഋഷിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഫസ്റ്റ് ഡേയിൽ തന്നെ വന്നിട്ട് എന്താന്ന് പോലും മനസ്സിലാക്കാതെ ചെന്ന് ഇടിച്ചു കയറി നിൽക്കുന്ന ഒരു രീതി വിട്ടിട്ട് ഋഷി അവിടെ വെയിറ്റ് ചെയ്തിരുന്ന് കളി എന്താണെന്ന് മനസ്സിലാക്കി കളിക്കാനായിട്ട് നോക്കുകയായിരുന്നു. പക്ഷെ അപ്പൊ ഇതുവരെ പറഞ്ഞിരുന്നത് ഋഷിനെയൊക്കെ വാഴയാണ്, ഉപ്പുമുളകിൽ കാണിച്ച ആ ഒരു ഇതുപോലും ഈ വീട്ടിൽ വന്നിട്ട് കാണിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ആളുകളുടെ ടോക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഋഷി കറക്റ്റായിട്ട് ഇന്നലത്തെ ദിവസം ലൈവിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഋഷിയൊക്കെ കത്തിക്കയറി വന്നിരിക്കുകയാണ്. രതീഷിന്റെ ഗെയിം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പൊളിച്ചടുക്കിയിരിക്കുകയാണ് മുടിയൻ ഇപ്പോൾ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രതീഷ് കഴിഞ്ഞ ദിവസം ജാൻമണി ആയിട്ടുണ്ടായ ഒരു ഇഷ്യൂ, ജാൻമണി രതീഷിനെ ഹഗ് ചെയ്തു, എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്തു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് വളരെയധികം ഒരു മോശമായ രീതിയിലുള്ള ഒരു റിയാക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കറക്റ്റായിട്ട് ഇത് കരയുന്നുണ്ടായിരുന്നു. കുറച്ച് ബിഗ് ബോസ് ഹൗസിലെ കുറച്ച് ആളുകൾ വന്നിരുന്ന് ആ കരച്ചിലിൻ്റെ അവിടെ പോയിരുന്ന് കണ്ട് സങ്കടപ്പെട്ട് വിതുമ്പി കരയുന്നുണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ. പക്ഷെ ആ ഒരു സമയത്ത് മുടിയൻ വന്നിട്ട് അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇത് പുള്ളിയുടെ പക്ക ഒരു സ്ട്രാറ്റജിയാണ്. പുള്ളി ഈ കാണിക്കുന്നത് മോശമാണ്, ഇതൊരു ഗെയിം ആയിട്ട് എടുക്കുകയാണ്. ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ എന്തുകൊണ്ട് ജാൻമണി മാത്രം കെട്ടിപ്പിടിക്കുമ്പോൾ പുള്ളിക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഇറിറ്റേറ്റഡ് ആകുന്നു, അങ്ങനെയുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് പറഞ്ഞാൽ പോരെ, ഇത്രയും വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് രതീഷിന്റെ ഗെയിം കറക്റ്റായിട്ട് പൊളിച്ചടുക്കി കൊടുക്കുകയായിരുന്നു മുടിയൻ. അപ്പൊ ആ ഒരു അവസരത്തിലാണ് കുറെ ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നത്, അപ്പൊ ഇയാളുടെ സ്ട്രാറ്റജി ആയിരുന്നു എന്നുള്ളത്. കാരണം മുടിയൻ അത് പറയുമ്പോഴത്തേക്കും രതീഷ് സമ്മതിക്കുന്നുണ്ട്, എൻ്റെ ഗെയിമാണ്, ഞാൻ എൻ്റെ ഗെയിം കളിക്കും, നിനക്ക് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ തിരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജാസ്മിൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. ജാസ്മിൻ പറയാനുള്ള കാര്യങ്ങൾ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് തൻ്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിന്നുകൊണ്ടിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇമ്പാക്റ്റ് കറക്റ്റായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലും പുള്ളിക്കാരി എടുക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് വേണ്ടുന്ന കാര്യങ്ങളിൽ പുള്ളിക്കാരി നിൽക്കുന്നുമുണ്ട്, വേണ്ടാത്തത് തള്ളി പറയാനായിട്ട് നോക്കുന്നുണ്ട്. അല്ലാതെ ബാക്കിയുള്ളവരെ പോലെ ഒരു സേഫ് ഗെയിം കളിക്കുന്നതായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ അവിടെയുള്ള ലേഡീസിൽ കുറച്ചൊരു പക്ക ഈ ഒരു പറയുന്ന ഒരു സേഫ് സോണിൽ നിന്നും പുറത്ത് നിന്നുകൊണ്ട് തൻ്റെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിജോയും മുടിയനും വന്നിട്ട് രതീഷിന്റെ വാലാണ് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. കാരണം രതീഷിന്റെ ഒരു വിഷയത്തിൽ സിജോ വന്നിട്ട് മോശമായ രീതിയിൽ കളിയാക്കുന്ന സമയത്ത് ജാസ്മിൻ അതിന് റിയാക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് മുടിയൻ കയറിയിട്ട് നീ അവൻ്റെ വാലാണോ എന്ന് ചോദിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് കറക്റ്റായിട്ട് ജാസ്മിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ സിജോയ്ക്ക് വേണ്ടി നിൽക്കുന്നത് വാലല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനും രതീഷും തമ്മിലുള്ളത് എങ്ങനെ വാലാകും എന്നുള്ളത് കറക്റ്റായിട്ട്. ഒന്നാമത് ജാസ്മിന് നല്ലൊരു സൗണ്ട് ഉള്ളതുകൊണ്ട്, ലൗഡ് ആയതുകൊണ്ട് ആക്ച്വലി പറയുന്ന കാര്യങ്ങൾ നല്ലൊരു ഇമ്പാക്റ്റ് ആ വീട്ടിൽ കൊടുക്കാൻ ജാസ്മിന് പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ജാസ്മിൻ റിയാക്ട് ചെയ്യുകയുണ്ടായി. അതുപോലെ ഹീറോ ആവാൻ നോക്കി അപ്പുക്കുട്ടനാവുകയായിരുന്നു രതീഷ്. ഇതുവരെ ഉണ്ടായിരുന്ന സുരേഷ് ഏട്ടനെ ആയിരുന്നില്ല ഇന്നലത്തെ ലൈവിൽ കാണുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ പ്രമോ ഏഷ്യാനെറ്റ് പുറത്തിരിക്കുന്ന ഒരു പ്രമോയിലൂടെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സുരേഷ് ഏട്ടനെ ഇതുവരെ ആ വീട്ടിലെ ആളുകൾ കൊടുത്തിരുന്ന ഒരു ഇതുണ്ട്, അതിന് അപ്പുറമാണ് സുരേഷ് ഏട്ടൻ എന്നുള്ളത്. പുള്ളി എനിക്ക് തോന്നുന്നു ഒരു ചാൻസ് കിട്ടിയപ്പോൾ പുള്ളിയുടെ ഗെയിം കളിക്കുന്നതാണോ എന്നറിയില്ല. പക്ഷെ ഇന്നലത്തെ മോർണിംഗ് ടാസ്കിൽ നല്ല ഗംഭീരമായിട്ടൊരു പെർഫോമൻസ് സുരേഷ് ഏട്ടൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുരേഷ് ഏട്ടൻ അത്ര വീക്ക്
ഫേക്ക് ആണ് എന്ന് പറഞ്ഞ അതേ കണ്ടസ്റ്റന്റ് തന്നെ സുരേഷ് ചേട്ടന് വേണ്ടി കൈയടിക്കുന്നതും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളി കിട്ടിയ ഒരു ചാൻസ് കറക്റ്റായിട്ട് മുതലെടുക്കുന്നുണ്ട്. രതീഷിനെതിരെ അവിടെ എല്ലാവരും ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയത്ത് സുരേഷ് ചേട്ടൻ പറയുന്നുണ്ട്, എന്റെ കംഫർട്ട് ലെവൽ, ഈ വീട്ടിലെ കംഫർട്ട് ലെവൽ പോയി, എനിക്കിപ്പോൾ ഈ വീട് കംഫർട്ട് അല്ല എന്ന് പറയുന്ന ഒരു സമയത്ത് രതീഷ് അതിൽ ആവശ്യമില്ലാതെ കയറി ഇടപെടുകയാണ്. ഇടപെട്ട് ആ ഒരു സമയത്ത് സുരേഷ് ചേട്ടൻ നല്ല ലൗഡായിട്ട് തന്നെ തൻ്റെ റിയാക്ഷനും കാണിച്ച് ഇവർ തമ്മിലൊരു വാക്തർക്കം ഉണ്ടാകുന്നതൊക്കെ കറക്റ്റായിട്ട് ആ പ്രൊമോയിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു സമയത്ത് രതീഷ് വന്നിട്ട് ഐ എം ക്വിറ്റിംഗ് ദ ഷോ എന്നും പറഞ്ഞിട്ട് പോയി ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതും മേ ബി പുള്ളിയുടെ ഒരു കണ്ടന്റ് ആവാം, പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി ആവാം. അതിൽ വലിയ കാര്യമുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഇത്രയും ഒരു കണ്ടന്റ് ഉണ്ടാക്കി നിൽക്കുന്ന ഒരാളെ ബിഗ് ബോസ് ഇപ്പോൾ ഒരു സെക്കൻഡ് ഡേ ഓർ തേർഡ് ഡേ ആകുമ്പോഴത്തേക്കും പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടിട്ട് അത് വെറും ഒരു പ്രൊമോക്ക് വേണ്ടി കാണിച്ച സീക്വൻസസ് ആകാം. മേ ബി ബിഗ് ബോസുമായിട്ട് സംസാരിക്കുന്ന പോലത്തെ ഉള്ളൊരു സീനൊക്കെ കാണിച്ച് വീണ്ടും പുള്ളി തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ പുള്ളി സ്ഥിരമായിട്ട് കാണിക്കുന്ന പോലെ JK ആവാനുള്ള ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഇന്നലത്തെ ഒരു ഇതിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ലവ് ട്രാക്ക് അവിടെ ഫോം ആകുന്നുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ആ ലൈവില് ആണ് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ എപ്പിസോഡിൽ അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ലൈവില് ചെറിയ ചെറിയ സിറ്റുവേഷൻസും എലമെന്റ്സും കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഒരു ലവ് ട്രാക്ക് ഫോം ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടോ എന്നുള്ളത്. വേറെ ആരും തമ്മിലല്ല, ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഒരു ലവ് ട്രാക്ക് അവിടെ ഫോം ആവുന്നുണ്ടോ, ഇല്ലെങ്കിൽ ആ ഒരു ലവ് ട്രാക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് സ്ഥാപിക്കാനായിട്ട് മറ്റുള്ള കുറെ കണ്ടസ്റ്റൻസ് ബി ഹൗസ് മേറ്റ്സ് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും അവരുടെ ആ ഒരു ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി നല്ല രീതിയിൽ അവിടെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് വ്യൂവേഴ്സിന് കിട്ടുന്നുമുണ്ട് എന്നതാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ സീസണിലൊക്കെ കുറച്ചും കൂടെ ആളുകൾ തമ്മിലുള്ള ഒരു മാനുഷിക പരിഗണനകളും മൂല്യങ്ങളും അല്ലെങ്കിൽ ഒരു സ്നേഹം, ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ്, അഫെക്ഷൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണത്തേല് ഇത് ഇങ്ങനത്തെ ഒരു എലമെന്റ്സ് ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഫുൾ അടി തന്നെയാണ്, പക്ക ഗെയിം തന്നെയാണ് എല്ലാവരും ഫസ്റ്റ് ഡേ മുതൽ കളിക്കുന്നത്. ഗെയിം കളിക്കാത്ത ആളുകൾ മാറി നിൽക്കുക എന്നല്ലാതെ ഈ പറയുന്ന അഫെക്ഷനോ കാര്യങ്ങളോ ഒരു കമ്മിറ്റ്മെന്റ്സോ ഒന്നും അവിടെ വർക്ക്ഔട്ട് ആവുന്നതായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഡേ 2 ഇത്രയൊക്കെ കാര്യങ്ങളാണ് അപ്ഡേഷൻസ് വന്നിട്ടുള്ളത്. ഇനിയും ഇതിന്റെ ബാക്കി അപ്ഡേഷൻസ് ആയിട്ട് 98 days നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. ഓക്കെ, ബൈ.